എല്ലായിടവും പോയി ഒന്ന് ചെക്ക് ചെയ്യണം. നോക്കട്ടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണോ ഇല്ലയോ എല്ലാം ഒന്ന് റീചെക്ക് ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കി കേട്ടോ. ചെയ്യേണ്ട പരിപാടി അനാലിസിസ് ചെയ്തിട്ട് ഇത് റോങ് എൻട്രി ആയിപ്പോൾ കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. എന്നാൽ റീടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ സമയത്ത് അങ്ങനെ എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും എത്രയും വരുമെന്ന് വിചാരിച്ചു. റോങ് ആയിപ്പോയി. ഞാൻ ടോപ്പിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ചതാണ്. റീടെസ്റ്റ് അടിച്ചത് അത് പോയി. അങ്ങനെ 1 ദിവസമല്ലേ ഉണ്ടായി. അതിന് ശേഷം എടുത്തത്. പക്ഷേ ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ പാർഷ്യൽ എക്സിറ്റ് പഠിച്ച് ഇത്ര പാർഷ്യൽ എക്സിറ്റ് പഠിച്ച് ബാക്കി കിട്ടാൻ ഓക്കെ ആണത്. ഉരുട്ട ട്രേഡും കൂടെ ഉണ്ട്. അത് വൈകുന്നേരം എടുക്കാൻ വിചാരിച്ചു. ഇതിന്ന് എടുക്കായിരുന്നു. റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇനി വീണ്ടും എടുക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഒരു ദിവസം ഇനി എത്ര ഏതായാലും 3 ട്രേഡ് അതിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ 2 ട്രേഡ് വീണ്ടും എടുത്തല്ല, 2-3 ട്രേഡ് എടുത്തേ. നിർത്തി. ഇനി ഞാൻ പോയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കാരണം ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ചെറിയൊരു നോക്കട്ടെ. ഇനി ഇത് കുടിക്കട്ടെ. ഇനി ഇത് കുടിച്ചതിന് ശേഷം വേണം നേരെ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്തെല്ലാം സെറ്റ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്തിറങ്ങണം കേട്ടോ. പരിപാടിയെല്ലാം തീരുമാനം. കുറച്ച് ലേറ്റായപ്പോൾ 5 മിനിറ്റൊക്കെ വ്യത്യാസം വന്നുള്ളൂ. സൂര്യൻ കറക്റ്റ് ഫോമിൽ നിൽക്കുകയാണ്. ആശ ഞാൻ പോയി ചെടിയൊക്കെ നോക്കട്ടെ. ആശ ഓൺ ഫോമിൽ നിൽക്കുക. കൊള്ളാമല്ലേ? ഓക്കെയാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ ദിവസം വിൻ സിറ്റുവേഷൻ. വിൻ സിറ്റുവേഷൻ. അത് തന്നെ. വേറെ കുഴപ്പമില്ല. സെറ്റാണ്. കുഴപ്പമില്ലാതെ പോയി. ട്രേഡിങ് ബേസിൽ ജോലി ബേസിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നോർമൽ. ഇനി പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് ഫോണും ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റാക്കണം. റെഡി ആയി കേട്ടോ. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം എല്ലാ ചെടിക്കും ഒരു തീരുമാനമായി. ചൂടുകൊണ്ട് നല്ലതായിട്ട് നിന്നത് വരെ ഡെഡാവാൻ തുടങ്ങി. കയറണം കേട്ടോ. ടൈമായി. അയ്യോ, അങ്ങനെ ഡ്യൂട്ടി കയറണം. ഇനി അടുത്ത് ചെന്നൊന്ന് അനാലിസിസ് ഒക്കെ ചെയ്ത് സെറ്റാക്കണം. ഇന്ന് സൂര്യനെ കാണാൻ കുഴപ്പമില്ല കേട്ടോ. കാണാൻ വലിയ രസമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴേ കാണാൻ കിട്ടും. പുള്ളിക്കാരൻ ഭയങ്കര ബിസി പോലെ ഉണ്ടാ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയും കിട്ടൂല. ടെമ്പറേച്ചറിന്റെ കാര്യമേ പറയണ്ട കേട്ടോ. ഭയങ്കര ടെമ്പറേച്ചർ. ബാഗൊക്കെ വേദനിക്കുന്നു. എൻ്റെ കുറച്ചു നേരം വെളി ഇറങ്ങിയുള്ളൂ. വെള്ളം തിളച്ച വെള്ളം. അതിപ്പോ അനാലിസിസ് ഒക്കെ ചെയ്തു. അനാലിസിസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഗോൾഡ്, കോപ്പർ, യൂറോ USD. ഇന്നിന് ഒറ്റ ട്രേഡും കൂടിയേ ഉള്ളൂ. രാവിലെ 2 എടുത്ത് 1 എന്തോ ലോസ് ഉണ്ട്. 1 കൂടിയേ ഉള്ളൂ. നോക്കാം. എടുക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നണമെങ്കിൽ എടുക്കും. വാച്ചിങ്. വെയിറ്റിംഗ്. ഷോർട്ട് ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാൻഡിലും കൂടി ഒരു ഇൻഡിക്കേറ്ററും കൂടി ചെറുതൊന്ന് പഠിച്ചു വരണം. ഒരു വോളിയം ബേസ് നോക്കാം. അതായത് സ്റ്റോപ്പ് ലോസിന്റെ ഞാൻ വർക്കിംഗ് ആണോ എങ്ങനെയാന്ന് നോക്കട്ടെ. ഞാൻ അത് പഠിച്ച കോൺഫിഡൻസ് ആണോടാ. ലോസ് കൺട്രോളിങ് ചെയ്യാനായിട്ട് കൺഫർമേഷൻ. എല്ലാത്തിനും എടുത്തു ചാടാനും പാടില്ല. വെയിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നിൽക്കണം. നോക്കട്ടെ. ഞാൻ പോയി റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം. ഇവിടെ വേറെ കുഴപ്പമില്ല കേട്ടോ. സെറ്റാണ് ഇവിടെ വേറെ കുഴപ്പമില്ല കേട്ടോ. സെറ്റാണ് ഇവിടെ. ഇന്നത്തെ ട്രേഡിന്റെ ഡേ ബേസ് നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് 2 ലോസ്.
നോർമൽ ഡേ ആയിട്ട് പോകുമ്പോൾ, അതായത് ഒന്നുമില്ല. ഇന്നത്തെ ട്രേഡിങ് വലിയ ഒന്നുമില്ല. എന്നാലും ഞാൻ നോക്കി കഴിഞ്ഞാൽ ലോസ് കുറച്ചും പ്രോഫിറ്റ് കൂടുതലുമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പ്രോഫിറ്റബിൾ ആണ്. ഇനി അടുത്ത് പോയി മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് സെറ്റ് ആക്കണം. കാരണം റിസ്ക് ടു റിവാർഡ് റേഷ്യോയിൽ നോക്കിയാൽ ഞാൻ കൂടുതലുണ്ട്. ടിപ്പ് ബേസ് നോക്കിയാലും അങ്ങനെയുണ്ട്. എത്ര 300-400 പിപ്പിന്റെ എന്തോ പ്രോഫിറ്റ് ഉണ്ട്. ഒന്നിന്റെ ലോസ് 50 പിപ്പും മറ്റേത് 200 പിപ്പ്. പിപ്പ് എനിക്ക് ഓർമ്മ എന്തോ ഉണ്ട്. എന്നാ അങ്ങനെ നോക്കിയാലും കൂടുതലല്ല. പക്ഷേ അല്ല, ഞാൻ കുറച്ച് ഒരു 50 ടോട്ടൽ നോക്കിയ ഒരു 100-200 രൂപ ആ ഒരു ഡിഫറൻസ് ആയിട്ടേ ഉള്ളൂ. കൂടുതലൊന്നും വരും. ഇനി ഞാൻ പോയി മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ സെറ്റ് ആകും. കാരണം അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയുള്ളൂ. കാരണം ഞാൻ പൈസ ഇടുന്നില്ലല്ലോ, മനസ്സിലായി. പ്രാക്ടീസിങ് ഞാൻ എന്നെ തന്നെ വീണ്ടും ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കും. മാസ്റ്റർ കൂടുതലൊന്നും നോക്കൂല. വേറെ ആയിട്ട് ടെസ്റ്റ് ഒന്നും ചെയ്യൂല. ഇപ്പൊ നോക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം വെച്ച് തന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിൽ കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ട അപ്ഡേറ്റ് ചെയ്യും. അതെ, ഇത്ര. ഞാൻ പോയി മീറ്ററിന്റെ ഫോട്ടോ എടുത്ത് സെറ്റ് ആകട്ടെ. മീറ്ററിന്റെ ഫോട്ടോ കൂടി മാത്രം എടുത്താൽ ചേട്ടാ. ജസ്റ്റ് പോയിട്ട് ഒന്ന് 5ാമത്തെ നമ്പർ പമ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഏകദേശം എല്ലാവർക്കും ഓക്കെ ആക്കിയിട്ടുണ്ട് ചേട്ടാ. പമ്പ് പൈസ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ റീഡിങ് എല്ലാം എഴുതി സെറ്റാക്കി കഴിഞ്ഞ കേട്ടോ. ട്രേഡിങ് ബേസിൽ നോക്കി കഴിഞ്ഞാൽ സെറ്റ് ഒരു കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. അനാലിസിസ് ചെയ്ത് വെച്ചത് ഞാൻ റൂള് സെറ്റ് ചെയ്ത് വെച്ചോണ്ട് പിന്നെ തൊടാത്തത്. ഇവിടെ നിന്ന് എടുക്കായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നല്ലൊരു ഇതാണ്. മനസ്സിലായോ? പിന്നെ പറയാൻ പറ്റൂല. അത് നമ്മളെ പിന്നെ സെൽഫ് കൺട്രോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും അങ്ങനെയാണ്. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്യുക, പുറത്തു പോയിരിക്കും. ബാക്കിയെല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. കാരണം ഇവിടെ കൺട്രോൾ ചെയ്തല്ലോ, അകത്തൊന്നും ചെയ്യാൻ പറ്റൂല. പുറത്ത് പോയിരുന്ന് തന്നെ നോക്കണം.